നമസ്കാരം. PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 07/2019. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ എന്നത് ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് KPFKC എന്ന് എഴുതാമെങ്കിൽ നേപ്പാൾ എന്നത് എങ്ങനെ എഴുതാം? ഇന്ത്യ എന്നത് KPFKC, അതായത് I എന്നുള്ളത് K ആകും. അപ്പം എങ്ങനെയാണ്? IJK. ഇനി NOPDEF, I വീണ്ടും IJK ABC. അപ്പോൾ ഒന്നിടവിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേപ്പാൾ ആണെങ്കിൽ LMNOP. അടുത്ത E കഴിഞ്ഞാൽ F കഴിഞ്ഞ് EFG. ഇനി Pക്ക് PQR, AB കഴിഞ്ഞ് C, Lന് LMN, PGRCN, PGRCN. ഓപ്ഷൻസിൽ ഓപ്ഷൻ സി. ഓപ്ഷൻ സി, PGRCN. അടുത്ത ചോദ്യം, ഒരു ക്യൂവിൽ വിനീത മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 11ാമതും ആണെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 11ാമതും. അപ്പോൾ 10ഉം 11ഉം കൂടെ കൂട്ടി 1 കുറയ്ക്കുക. 10ഉം 11ഉം കൂടെ കൂട്ടി 1 കുറയ്ക്കുക. 21 - 1, ആകെ 20 പേരാണ് ക്യൂവിലുള്ളത്. അപ്പോൾ ആകെ 20. അടുത്ത ചോദ്യം, ഒരു ബൈക്കിൻ്റെ വില 3000 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില 36,000 രൂപ ആണെങ്കിൽ വിലയുടെ വർധനവിൻ്റെ ശതമാനം എത്ര? അപ്പോൾ വില വർധനവിൻ്റെ ശതമാനം കാണാൻ ഇവയുടെ വ്യത്യാസം കണ്ടിട്ട് വാങ്ങിയ വിലയിൽ എത്രയെന്ന് ഉള്ളതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 30,000 എന്നുള്ളത് 36,000 ആയി. അപ്പോൾ 36,000 - 30,000 ബൈ ഒറിജിനലായിട്ടുള്ള 30,000 × 100. അപ്പോൾ 6,000 ബൈ 30,000 × 100. 6, 5, 105 ഡിവൈഡ് ചെയ്യുമ്പോൾ 20. 20% വർധനവ്. ഉത്തരം 20%. ആൻസർ ഓപ്ഷൻ എ, 20%. അടുത്ത ചോദ്യം, 11:30 ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ സമയം 11:30. അപ്പോൾ 30H - 11/2M = 30 × 11 - 11/2 × 30. 330 - 15 × 11 165. 165. 165 ഉത്തരം. 165 ഡിഗ്രി. അടുത്ത ചോദ്യം, 5/7, 3/4, 4/6, 2/5 ഇവയിൽ വലുത് ഏത്? അപ്പോൾ ഇവിടെ 5/7 0.7 49 1 0 1 ടൈം 0.714. അപ്രോക്സിമേറ്റ് ചെയ്താൽ ഒരു 0.71 ആണ് 5/7. ഇനി 3/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 75 ആണ്. എന്നാലും ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 3/4 0.74 28 20 0.75. നമ്മൾ ധാരാളം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫെമിലിയർ ആയിരിക്കും. 0.75 3/4 എന്ന് പറഞ്ഞാൽ 75%.
4/6 അഥവാ 2/3. സർ 36 0.66 എന്ന് പറയുമ്പോൾ 0.71, 0.75, 0.666, 0.67. അടുത്ത 2/5. 2 divided by 5 0.4. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 0.75. 71, 75, 67, 4 അതിനെ 40 എന്ന് വേണമെങ്കിലാക്കാം. 0. ലൈക്ക് ഡെസിമൽസ് എന്ന രീതിയിൽ 0.40 ഈ രീതിയിൽ ചിന്തിക്കുക. 71, 75, 67, 40 ഏതായിരിക്കും വലുത്? 75, അതായത് 0.75 അഥവാ 3/4 എന്ന ഫ്രാക്ഷൻ. ആൻസർ ഓപ്ഷൻ എ 3/4. അടുത്ത ചോദ്യം, മിനി ഒരു ജോലി 3 ദിവസം കൊണ്ടും സീത അത് 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരും? അപ്പോൾ ഒരാൾ 3 ദിവസം കൊണ്ടും മറ്റേയാൾ 6 ദിവസം കൊണ്ടും. അപ്പോൾ മിനി ആദ്യത്തെ ആൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/3, രണ്ടാമത്തെ ആൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/6. 1/3 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 2/6 എന്നും 1/6 എന്നും ഒരുപോലെ. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് 3/6 അഥവാ 1/2. ജോലിയുടെ പകുതി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതായത് ആകെ ആ ജോലി 2 പേർക്കും കൂടെ ചെയ്തു തീർക്കണമെങ്കിൽ 2 ദിവസം വേണം. ഒരു ദിവസം കൊണ്ട് ഹാഫ് ഓഫ് ദ വർക്ക് ഈസ് ഡൺ, പകുതി ജോലി തീർക്കും. അപ്പോൾ 2 ദിവസം കൊണ്ട് ജോലി ഫുള്ളായി തീർക്കും. 1/1/2 ദാറ്റ് ഈസ് 2 days. ഓപ്ഷൻ ബി 2 ദിവസം. അടുത്ത ചോദ്യം, 4m = 1024 ആയാൽ m എത്ര? 4m = 1024. ഇതിന് ഒരു എളുപ്പമുണ്ട്. നമുക്കറിയാം 210 ആണ് 1024 എന്നറിയാം. അങ്ങനെ വരുമ്പോൾ അത് 4/5 ആണ്. അപ്പോൾ അങ്ങനെ അറിയാമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് 1024നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 2s are 8, 5, 256, 4. 64 again 4, 16, 4, 4, 4, 1. അപ്പോൾ 1 എത്തുന്നവരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 5 പ്രാവശ്യം. 4 × 4 × 4 × 4 × 4, 4/5 is equal to 1024. m is equal to 5. ആൻസർ ഓപ്ഷൻ ഡി 5. അടുത്ത ചോദ്യം, സെക്കൻഡിൽ 20 മീറ്റർ ഓടുന്ന ഒരു വാഹനം 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് മണിക്കൂറിൽ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 20 × 18/5 ചെയ്യുമ്പോൾ നമുക്ക് 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ. അപ്പോൾ 5 മണിക്കൂറിൽ 72 × 5 360 കിലോമീറ്റർ, 360 കിലോമീറ്റർ സഞ്ചരിക്കും 5 കിലോമീറ്ററിൽ. 360 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 5500 രൂപ 20% സാധാരണ പലിശ നിരക്കിൽ 3 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും? 5500 രൂപ അത് 3 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പലിശ കൂട്ടുമ്പോൾ അത് 2 മടങ്ങാകണം. അപ്പോഴാണ് ആ പലിശയും തുകയും കൂടെ ചേർന്ന് നമ്മൾ എടുക്കുമ്പോൾ 3 മടങ്ങായി കിട്ടണം. അപ്പോൾ 5500 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയില്ല, 20% പലിശ നിരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 times ആക്കി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ പലിശയും പിന്നെ ഈ 5500 അത്രയും കൂട്ടുമ്പോഴാണ് 3 മടങ്ങാകേണ്ടത്.
അതായത് 5500 ഇൻറ്റു n ഇൻറ്റു 20/100 എന്ന് പറയുന്നത് 11,000 ആക്കണം. അപ്പോൾ ഇവിടെ 1100 ഇൻറ്റു n ഈസ് ഈക്വൽ ടു 11,000. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 10. 1100 ഇൻറ്റു 10 11,000. അപ്പോൾ 10 എന്നുള്ളത് 10 വർഷമാണ് വേണ്ടത്. അപ്പോൾ 10 വർഷമാകുമ്പോൾ ഇതിൻ്റെ പലിശ 11,000 രൂപയാകും. അപ്പോൾ പലിശയും തുകയും കൂടെ ചേരുമ്പോൾ 11,000 വീണ്ടും ഈ 5,500 ആ തുക അതും കൂടി ചേർന്നാണല്ലോ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് 3 മടങ്ങായി തിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ എഴുതാൻ 11,000 എന്ന് എഴുതാൻ കാരണം 11,000 പലിശ എന്ന് ഇരട്ടിയാകുമ്പോൾ നമ്മളത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് P+I എന്നുള്ളത് 16,500 കിട്ടും. 3 മടങ്ങാകും. 10 വർഷം എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ എ 10. അടുത്ത ചോദ്യം 2, 9, 28, 65 എന്നീ ശ്രേണിയിലെ അടുത്ത പദം. 2, 9, 28, 65 ഇതിലെ അടുത്ത പദം. അപ്പോൾ 1 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 2. 2 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 9. 3 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 28. 4 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 65. അപ്പോൾ 5 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 126. 126 ഉത്തരം. 126. ഓപ്ഷൻ ഡി 126. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.